إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള മഹനീയമായ സ്വർഗത്തിൽ നമ്മേവരെയും അവൻ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും മോചനം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ പരിശുദ്ധമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അറബി മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ്. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇതിൽ അവസാന ദുൽഖഅദ, ദുൽഹിജ്ജ, ദുൽഖഅദയിൽ ഏതാണ്ട് അവസാന ദിവസങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ദുൽഹിജ്ജയിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നതും. എല്ലാ നിലക്കും പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കൃത്യമായ സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മളിൽ പ്രത്യേകം ഉണ്ടായിരിക്കണമെന്നുള്ളത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഹജ്ജ് നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു പ്രത്യേകമായ വൈകാരിക നിമിഷങ്ങളിലൂടെയാണ്
മുസ്ലിങ്ങൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് വിശ്വാസികൾക്ക് എന്നും ഊർജം പകരുന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയപ്പെടുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ശേഷം വന്ന പ്രവാചകന്മാരിൽ മഹാഭൂരിപക്ഷവും ആ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് അബുൽ അംബിയ എന്ന പേരിലാണ്, പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും വിശദമായി കൊണ്ട് വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് മറിയമിലും സൂറത്തുൽ അംബിയായിലും സൂറത്തു ശുഅറായിലും എല്ലാം വിശദമായി കൊണ്ട് മഹാനവറുകളുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് മറിയമിൽ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ പറയുന്നത് വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. ഈ പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിമിനെയും നീ സ്മരിക്കുക. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യാ. തീർച്ചയായും അദ്ദേഹം സത്യസന്ധനും ഒരു പ്രവാചകനുമായിരുന്നു. അത് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം തുടങ്ങുന്നത്. അദ്ദേഹം ഒരു സിദ്ദീഖായിരുന്നു, സത്യസന്ധനായിരുന്നു. റഹ്മാനായ റബ്ബിന്റെ ഏതേത് കൽപ്പനകളിലും ലവലേശം സംശയമില്ലാതെ പൂർണ്ണമായി അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ജീവിതം തെളിയിച്ച മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു നൽകുന്ന വഹയിൽ ഒരു ചെറിയ ഒരു കുത്തുപോലും അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നില്ല. മുഴുവനും സത്യസന്ധമായി അദ്ദേഹം അതിനെ സ്വീകരിക്കുകയും മനസാ വാചാ കർമ്മണ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്ത മഹാനായ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ പ്രബോധന ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ആദ്യം തുടങ്ങുന്നത് തന്നെ തന്റെ പിതാവിൽ നിന്നാണ്, തന്റെ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പ്രത്യേകം ഉണർത്തിയ ഒരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണേ. നമ്മുടെ ദേഹം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തെയാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, അവർക്കായിരിക്കണം നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് എത്രയെത്ര സന്ദർഭങ്ങളിലാണ് വസിയത്ത് നൽകിയത്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. മാതാപിതാക്കളുടെ വിഷയത്തിൽ മനുഷ്യർക്ക് അല്ലാഹു വസിയത്ത് കൊടുത്തിരിക്കുന്നു. വസിയത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ, ഇണകളുടെ കാര്യത്തിൽ വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു തആല നമ്മളോട് പഠിപ്പിച്ചു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് കനിഞ്ഞു ചൊരിയണേ. എന്ത്? മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഖുർറത അഅ്യുൻ, കൺകുളിർമ നീ പ്രദാനം ചെയ്യണേ. അതുപോലെ തന്നെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ
ലിൽമുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾക്ക്, തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കുകയും നേതാക്കളാക്കുകയും ആക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ അല്ലാഹുവിന്റെ ദാസന്മാർ എന്ന് ആ ദാസന്മാർക്കുണ്ടാകുന്ന വിശിഷ്ടമായ പ്രത്യേകതകളെ എടുത്തു പറയുന്ന കൂട്ടത്തിലാണ് അല്ലാഹു തആല ഈ ദുആ പറഞ്ഞത്. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഇസ്ലാമിക ദഅവത്ത് തുടങ്ങുന്നത് തന്റെ കുടുംബത്തിൽ നിന്നാണ്. കാരണം തന്റെ പിതാവ് യഥാർത്ഥമായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി. വ്യക്തമായ വഴികേടിലാണ്, ശിർക്കിലായിരുന്നുണ്ടായിരുന്നത്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന വിഗ്രഹാരാധകനായിരുന്നു, ബഹുദൈവ വിശ്വാസിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് ആസർ. ആ ആസർ തന്റെ പിതാവിനെ തന്നെ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് ഉപദേശിക്കുന്ന ഉപദേശം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഏതൊരാളുടെയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതാണ്. തന്റെ പിതാവിനോട് നസീഹത്തോട്, ഗുണകാംക്ഷയോടുകൂടി വളരെ മൃദുലമായ രൂപത്തിൽ, അതുപോലെ തന്നെ മനസ്സിലാകുന്ന രൂപത്തിൽ തന്റെ പിതാവെന്ന വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ ബഹുമാനത്തോടെയും ആദരവോടെയും തന്റെ പിതാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത്? ഇദ് ഖാല ലി അബീഹി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം എന്താ പറയുന്നത്? യാ അബതി, എന്റെ പൊന്നു ഉപ്പാ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഉപ്പാനോട് ചോദിക്കുകയാണ്, എന്റെ പൊന്നു ഉപ്പാ, ലിമ തഅബുദു, എന്തിനാണ് ഉപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ വലാ യുബ്സിറു, ഒന്നും കേൾക്കുകയില്ലല്ലോ, ഒന്നും കാണുകയും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ അതുപോലെ തന്നെ വലാ യുഗ്നി അൻക ശൈആ, അങ്ങക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഈ വസ്തുക്കളെ എന്തിനാണ് എന്റെ ഉപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പൊ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് ആ പിതൃസഹജമായ ആ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചോദിക്കുകയാണ്. നോക്കണം നിങ്ങൾ, ഇവിടെ വ്യക്തമായ ആദർശമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത്. കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത, ഉപകാരം ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാണ് ആരാധിക്കുന്നത് എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പഠിപ്പിക്കുന്നത്. അഥവാ നമ്മൾ ദുആ ചെയ്യുമ്പോൾ കേൾക്കുന്ന, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളെ കാണുന്ന, നമ്മൾ ദുആ ചെയ്യുന്ന ആവശ്യത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നവരോടായിരിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ അല്ലാഹുവിനെ ആയിരിക്കണം ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചോദ്യത്തിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ഈ പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 3 വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അവര് ഒന്ന് യഹൂദികളാണ്, മറ്റൊന്ന് നസാറാക്കളാണ്, മറ്റൊന്ന് മുശ്രിക്കീങ്ങളാണ്, മക്കയിലെ മുശ്രിക്കുകളാണ്. ഈ 3 വിഭാഗം ആളുകളും പറയുന്നത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആൾക്കാരാണ്, ഞങ്ങളാണ് ഇബ്രാഹിം നബിയുടെ ആളുകൾ എന്ന് അവകാശപ്പെട്ടവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവകാശവാദത്തെ പൂർണ്ണമായും തകർത്തുകൊണ്ട് പറയുകയാണ്, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യ വലാ നസ്റാനിയ്യ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രികീൻ. സൂറത്ത് ആലി ഇംറാനിൽ നമുക്ക് കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു, അദ്ദേഹത്തിന്റെ ആദർശം എന്തായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധമാർക്കാണ്? 3 കാര്യങ്ങളും അല്ലാഹു തആല അവിടെ ഉണർത്തി. അല്ലാഹു തആല പറയുകയാണ്, മാ കാന ഇബ്രാഹീം യഹൂദിയൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും യഹൂദിയായിരുന്നില്ല, ഒരു ജൂതനായിരുന്നില്ല. വലാ നസ്റാനിയ,
ഒരു ക്രിസ്ത്യാനിയുമായിരുന്നില്ല. പിന്നെ ആരാ? വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, അദ്ദേഹം ഋജുമനസ്കനായ കൃത്യമായ ഒരു മുസ്ലിമായിരുന്നു. വമാ കാന മുനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽപ്പെട്ട ആളുമായിരുന്നില്ല. ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന 3 വിഭാഗം ആളുകളെയും അള്ളാഹു തള്ളുകയും, എന്നിട്ട് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം അത് എന്തായിരുന്നു? ഇസ്ലാം അനുസരിച്ച് എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ട്, അള്ളാഹുവിനോട് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് വണങ്ങിയും വഴങ്ങിയും ജീവിച്ച മഹാനായ ഒരു മുസ്ലിമായ ഒരാളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അള്ളാഹു തആല അവരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. തൗഹീദാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം പഠിപ്പിക്കുന്നത്. അഥവാ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്ക് നമ്മുടെ ദുആ കേട്ടുകൊണ്ട് ഉത്തരം ചെയ്യാൻ കഴിയുന്നവനോടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന്. പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അതിൽ എല്ലാ വികാരത്തോടു കൂടി ഉൾക്കൊള്ളുന്ന ആളുകൾ തന്നെ പലപ്പോഴും സമൂഹത്തിലെ പല ആളുകളും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണ്. മഖബറകളെയും ജാറങ്ങളെയും തേടിക്കൊണ്ട് പോവുകയും ആ ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ ധാരാളം കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് എതിർത്തിട്ടുള്ള കാര്യമാണ് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന സുപരിചിതമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ ഒന്നാമത്തെ വചനം തന്നെ എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയുക, കാര്യം അല്ലാഹു ഏകനാണ്, അല്ലാഹു അഹദാണ്. എല്ലാ വിഷയത്തിലും അല്ലാഹു അഹദാണ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹുവിന്റെ ദാത്തിൽ, അല്ലാഹുവിന്റെ സത്തയിൽ അല്ലാഹു ഒരുവനാണ്. അല്ലാഹുവിനെ പോലെ വേറൊരു അല്ലാഹ് ഇല്ല. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഗുണവിശേഷണങ്ങളിലും എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അല്ലാഹുവിനെ പോലെ കഴിവുള്ള, അല്ലാഹുവിനെ പോലെ അറിയുന്ന, അല്ലാഹുവിനെ പോലെ കാണുന്ന, അല്ലാഹുവിനെ പോലെ കേൾക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അവിടെ ബഹുദൈവ വിശ്വാസം കടന്നുകൂടുകയാണ്, ശിർക്ക് വരികയാണ്, വിശ്വാസത്തിൽ ശിർക്ക് കലരുകയാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്, അല്ലാഹു ഒരുവനാണ് എന്ന്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന വിനയവും താഴ്മയുമെല്ലാം അഭൗതികമായ മാർഗത്തിലൂടെയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഇടപെടുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ രൂപത്തിൽ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും പടപ്പുകൾ, അത് മരണപ്പെട്ടവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ആര് തന്നെ നമ്മളിൽ ഇടപെടും എന്ന് വിശ്വസിച്ചാൽ തന്നെയും ശിർക്കാണ്. കാരണം ആ ഒരു കാര്യം അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഒരുവനായിട്ടുള്ളത്. ആ അല്ലാഹുവിന്റെ ഏതൊരു കാര്യത്തിലും ഒരു പടപ്പിനും പങ്കില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ ഒരു ആയത്തിന്റെ കൃത്യമായ ഒരു വിശദീകരണം തന്നെയാണ് ആ സൂറത്തിന്റെ അവസാനത്തിലും പറയുന്നത്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഏതെങ്കിലും നിലക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങളെ മുഴുവനും തീർത്ത് കളയുന്ന രൂപത്തിലാണ് അല്ലാഹു തആല അതിന്റെ അവസാന വചനം വിശദീകരിച്ചത്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യരായി ഒരാളും തന്നെ ഇല്ല എന്ന്. അല്ലാഹുവിന് തുല്യനായി ഒരാളും തന്നെ ഇല്ല എന്ന്. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആ കേൾക്കാൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ അല്ലാഹുവിനെ പോലെ ദുആ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്തിനും സൂറത്തുൽ ഇഖ്ലാസിനും എതിരാണ് പ്രിയപ്പെട്ടവരെ ആ വിശ്വാസം. അതുപോലെ തന്നെ ഖബറിൽ കിടക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ഏതൊരു ശക്തിയാണെങ്കിലും ശരി, ആ ശക്തി നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ അഭൗതികമായ മാർഗത്തിൽ കാണുകയും കേൾക്കുകയും നമ്മളിൽ ഇടപെടുകയും ചെയ്യുമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കപ്പെടുന്ന ഏതെങ്കിലും വസ്തുക്കളെ സംബന്ധിച്ച് വിശ്വസിച്ചാൽ തന്നെയും ശിർക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്ന് സമൂഹം വ്യതിചലിച്ചുകൊണ്ട് എന്തൊക്കെയോ വിശ്വാസങ്ങൾ പേറി നടക്കുന്ന
നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം പോലും കൃത്യമായി ഇത്തരത്തിലുള്ള ആളുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ് എന്ന്, അല്ലാഹു ഒരുവനാണ് എന്ന്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി കൊണ്ട് അല്ലാഹു അല്ലാതെ ഒരാളും ഇല്ല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ തൗഹീദിലേക്കാണ് ഉപ്പാനെ ക്ഷണിക്കുന്നത്. ഉപ്പ കാണാത്ത, കേൾക്കാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഇവരെ എന്തിനാണ് ഉപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവരെ ആരാധിക്കുന്ന ആളുകളുണ്ട്, മരിച്ചവരെ വിളിക്കുന്നവരുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, മരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ മരിക്കുക എന്ന് പറഞ്ഞാൽ? എല്ലാ കഴിവുകളും നഷ്ടപ്പെടലാണ് മരണം എന്ന് പറഞ്ഞാൽ. ഒരു മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കഴിവ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു എന്നാരെങ്കിലും പറയോ? മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട്, അയാളുടെ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അയാൾ മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മുഴുവൻ കഴിവുകളും നഷ്ടപ്പെടുകയാണ്. അയാളും നമ്മളും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ എങ്ങനെ അവരോട് പ്രാർത്ഥിക്കുക? ഇങ്ങനെ ഏതൊരു ആൾക്കും മനസ്സിലാക്കാവുന്ന കൃത്യമായ വ്യക്തമായ ഇസ്ലാമിക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി അല്ലാഹു അല്ലാത്തവരോട് മഹാന്മാരെന്ന് പറയുന്നവരും ഒക്കെ ആയിട്ടുള്ള പലരോടും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്താ ചോദിച്ചത് ഉപ്പാനോട്? ഉപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഇവരെ എന്തിനാണ് ഉപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന്? എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന്? അതിനുശേഷം ഉപ്പാനോട് പറയാണ്, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാതൻ സവിയ്യാ. ഉപ്പാ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത, നിങ്ങൾക്ക് വന്നിട്ടില്ലാത്ത ചില അറിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉപ്പാ. അതുകൊണ്ട് ഫത്തബിഇനി, നിങ്ങൾ എന്നെ പിന്തുടരണം. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അനുസരിക്കണം, എന്നെ ഒന്ന് പിന്തുടരണം എന്റെ ഉപ്പ. എങ്കിൽ അഹ്ദിക സിറാതൻ മുസ്തഖിസവിയ്യാ, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ശരിയായ നേരെ ചൊവ്വയുള്ള മാർഗത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. അതുകൊണ്ട് എന്റെ പൊന്നു പിതാവേ, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരുന്നാലും യാ അബതി ലാ തഅബുദിശ് ശൈത്താൻ, നിങ്ങൾ ഒരിക്കലും തന്നെ പിശാചിനെ ആരാധിക്കല്ല, ശൈത്താനെ നിങ്ങൾ ആരാധിക്കല്ല. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യാ, തീർച്ചയായും ശൈത്താൻ അവൻ പരമകാരുണികനായ റഹ്മാനായ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചവനാണ്. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശൈത്താനി വലിയ്യാ, എന്റെ പൊന്നു ഉപ്പ, റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്, ബേജാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ഇപ്പോൾ ചെയ്യുന്ന ഈ ശിർക്ക്, അല്ലാഹുവേതര ശക്തികളെ ആരാധിക്കുന്ന ഈ സ്വഭാവം നിങ്ങൾ നിർത്തണം. അത് നിങ്ങൾ പിന്തുടരരുത്. നിങ്ങൾ എന്നെ പിന്തുടരുക, ഞാൻ പഠിപ്പിക്കുന്നതനുസരിച്ച് ജീവിക്കുക എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പറയുന്നു. ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, നരകശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് തന്റെ പിതാവ് നരകത്തിൽ പോകുമല്ലോ എന്ന പേടിയുണ്ട്, വേദനയുണ്ട്. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തന്റെ പിതാവ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന അതിയായ ആഗ്രഹത്തോടെ, ആ നസീഹത്തോടെ തന്റെ പിതാവിനെ യഥാർത്ഥ ആദർശത്തിലേക്ക്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നോക്കണം, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന് പറയുന്ന വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിശ്വാസമാണ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ളത്. വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു സാധനം ഉണ്ടാക്കുക,
എന്നിട്ട് ആ സാധനത്തെ നമ്മൾ തന്നെ ആരാധിക്കുക. എത്രത്തോളം വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ ഇത്തരത്തിലുള്ള ഒരു ലോജിക്ക് പോലും ഇല്ലാത്ത വിശ്വാസങ്ങൾ പേറി നടക്കുന്നവരാണ് സുഹൃത്തുക്കളെ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇപ്പൊ ഞാനൊരു സാധനം ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ സാധനത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശരിക്ക് ആ സാധനത്തിനാണോ വില കൊടുക്കേണ്ടത്? ആ സാധനം ഉണ്ടാക്കി എനിക്കാണോ വില കൊടുക്കേണ്ടത്? പക്ഷേ ഉണ്ടാക്കിയ ആള് തന്നെ ഉണ്ടാക്കിയ വസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു. എത്രമാത്രം വിവരക്കേടാണ്, വിവേകശൂന്യമായ പ്രവർത്തനമാണ് ബഹുദൈവ വിശ്വാസവും ബഹുദൈവ ആരാധനയും എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ, നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുകയും ഇതൊന്നും അറിയാത്ത, ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ രൂപത്തിൽ ഒരുപക്ഷെ ചിന്തിക്കുകയും ചെയ്തിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ രൂപത്തിൽ ഇസ്ലാമികമായ കൃത്യമായ ആദർശം പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നബിയോട് പ്രാർത്ഥിക്കുക, ബദരീങ്ങളോടും മൊഹീദ്ദീൻ ഷെയ്ഖിനോടും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ ഏതായിരുന്നു? ഏത് ഭാഷക്കാരനായിരുന്നു നബി? അറബിയായിരുന്നു. നബിക്ക് മലയാളം അറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിക്ക് മലയാളം അറിയോ? ഇംഗ്ലീഷ് അറിയോ? തമിഴ് അറിയോ? വേറെ ഏത് ഭാഷയോ അറിയില്ല. ഒരു മലയാളി നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മലയാളി ചെന്നിട്ട് നബിനോട് എന്തെങ്കിലും പറഞ്ഞാൽ നബിക്ക് മനസ്സിലാകുമോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിക്ക് മനസ്സിലാവുമോ? മനസ്സിലാവില്ലല്ലോ. പിന്നെ മരിച്ചതിന് ശേഷം നബിനോട് നബിയെ ഞങ്ങൾ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നബി കേട്ടാൽ തന്നെ നബിക്ക് തന്നെ മനസ്സിലാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഭാഷകളൊന്നും അറിയുന്ന ഒരാളായിരുന്നില്ല. എല്ലാ ഭാഷകളും അറിയുന്നത് റഹ്മാനായ റബ്ബ് മാത്രമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഏത് രാജ്യക്കാരനും ഏത് നാട്ടുകാരനും ഏത് ഭാഷക്കാരനും ഏത് സമയത്തും പ്രാർത്ഥിക്കാനുള്ളത് റഹ്മാനായ റബ്ബിനോട് മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കൃത്യമായ വിശ്വാസം അത് ആർക്കും മനസ്സിലാകുന്ന വളരെ ലളിതവും സുതാര്യവുമായ ആദർശമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇസ്ലാം അത് ഫിത്രത്താണ്. അല്ലാഹു നമ്മുടെ പ്രകൃതിക്ക് യോജിക്കുന്ന രൂപത്തിൽ ഏതൊരാളുടെയും ബുദ്ധി തേടുന്ന വിശ്വാസമാണ് ഇസ്ലാമിന്റെ ആദർശം എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ആദർശം സത്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അത് മാത്രമാണ് സത്യം. അതിന് വിരുദ്ധമായ വിശ്വാസങ്ങളൊന്നും തന്നെ ബുദ്ധി കൊണ്ടോ പ്രമാണങ്ങൾ കൊണ്ടോ ഒന്നുകൊണ്ടും തെളിയിക്കാൻ പറ്റാത്ത വിശ്വാസങ്ങളാണ് എന്ന കൃത്യമായ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പാനോട് ഉപ്പാന്റെ ബുദ്ധിയെ തട്ടിയുണർത്തുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഉപ്പാക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ഉപ്പ അദ്ദേഹത്തിന്റെ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിം ഞാൻ ആരാധിക്കുന്ന ഈ വസ്തുക്കളെയൊക്കെ നീ വെറുക്കുകയാണോ? ഇതിനെയൊക്കെ നീ എതിർക്കുകയാണോ എന്ന് ഇബ്രാഹിം നബിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും, ലഇല്ലം തൻതഹി, ഇത് നീ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ ലഅർജുമന്നക വഹ്ജുർനി മലിയാ, ഇബ്രാഹിം ഇത് നീ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ ഞാൻ നിന്നെ ഇവിടുന്ന് എറിഞ്ഞാട്ടും, അതുകൊണ്ട് നീ ദൂരെ പോയിക്കോ, ഇവിടുന്ന് പോയിക്കോ എന്ന് ഇബ്രാഹിം നബിയോട് പറയാണ്. ഇതും സത്യവും അസത്യവും വേർതിരിക്കാൻ പറ്റിയ ഒരു മാനദണ്ഡാണ്. പല ആളുകൾക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, തൗഹീദിന്റെ ശബ്ദം എവിടെ ചെല്ലുന്നോ അവിടെ തൗഹീദ് പറയുന്ന ആളുകൾക്ക് നേരെ അതിന്റെ ശത്രുക്കൾക്ക് എതിർപ്പും ശത്രുതയും ഇതെല്ലാം ഉണ്ടാകും. ഇബ്രാഹിം നബിന്റെ വാപ്പ എന്താ പറഞ്ഞത്? ഇത് അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ കല്ലെടുത്തെറിയും, ഇവിടുന്ന് ദൂരെ പോകണം എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ്. ഇത് സത്യത്തിന്റെ വക്താക്കൾക്ക് എന്നും ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ സന്ദേശം അതങ്ങട്ട് സമൂഹത്തിലേക്ക് എത്തുമ്പോൾ പല ആളുകൾക്കും അത് സഹിക്കാൻ പറ്റൂല. പല ആളുകളുടെയും വരുമാനം അത് മുട്ടിപ്പോകും, പലരുടേതും പലതും തകർന്നു പോകും. അതുകൊണ്ടാണ് എല്ലാവരും ഇസ്ലാമിന് നേരെ കുതിര കയറുന്നത്. ഇസ്ലാം തകർന്നാലേ
പലരുടെയും പല അജണ്ടകളും നടപ്പിലാവുകയുള്ളൂ. പക്ഷേ ഇസ്ലാമിന്റെ ശക്തമായ ശരിയായ സന്ദേശം അത് സമൂഹത്തിലേക്ക് അങ്ങോട്ട് ചെന്നാലോ അത് ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കും, ആളുകൾ പഠിക്കും, ആളുകൾ മനസ്സിലാക്കും, ആളുകൾ ഇസ്ലാമിലേക്ക് അങ്ങോട്ട് വരും. ആ ഒരു ബോധ്യം ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എന്നും ഒരു വലിയ എന്തോ ഒരു കോത്താമ്പിയായി കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് ആളുകളെ ഭീതിയിലും പേടിയിലും നിർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്താ? നമ്മൾ ശരിക്ക് പഠിക്കുക, നമ്മൾ ശരിക്ക് ദീനിനെ പറ്റി പഠിക്കണം, അത് മനസ്സിലാക്കണം. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് നമുക്ക് ദീന് പഠിക്കാൻ. പ്രത്യേകിച്ച് വേങ്ങര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്ര വിധത്തിലുള്ള ക്ലാസുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ക്ലാസുകളിലൊക്കെ നമ്മുടെ സാന്നിധ്യം എത്രയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. ഒരുപക്ഷെ ഈ നാട്ടിലോ അല്ലെങ്കിൽ മറ്റു പലയിടത്തും താമസക്കാരും ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. അവരുടെ നാട്ടിലും അതുപോലെ തന്നെ ഇവിടെയും ഉള്ള സൗകര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീന് പഠിക്കാനുള്ള സംവിധാനം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പ്രയത്നിക്കണം. നമ്മുടെ ഒരു ബാധ്യതയായി കൊണ്ട് നമ്മൾ അത് ശരിക്കും മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, സ്നേഹത്തോടെ. ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെയായിരിക്കണം നമ്മൾ പറയേണ്ടത്, ജയിക്കാനും തോൽക്കാനൊന്നുമല്ല. സ്നേഹത്തോടെ, എന്റെ സഹോദരൻ ഈ പിഴച്ച വിശ്വാസത്തിലാണെങ്കിൽ നരകത്തിൽ പോകുമല്ലോ, കത്തിയാളുന്ന നരകത്തിലേക്ക് പോകുമല്ലോ എന്ന പേടിയും ബേജാറും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തോടെ തിരുത്തി കൊടുക്കലാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ് സുഹൃത്തുക്കളെ. നമ്മൾ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അവർക്കിതൊന്നും പറഞ്ഞു കൊടുക്കാതെ അവരെ നരകത്തിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എത്ര വലിയ ക്രൂരതയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഇസ്ലാമിക ദഅവത്ത് നമ്മൾ ശരിക്ക് നമ്മുടെ സമൂഹത്തിൽ നടത്താൻ നമ്മൾ ഓരോരുത്തരുടെയും കഴിവിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ അത് ഈ ഒരു മാർഗത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ, ആണോ? ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം എത്ര കൃത്യമാണ്. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 21-22 ആയത്തുകളിലൂടെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകുന്ന കാര്യത്തിലാണ് പറഞ്ഞത്. യാ അയ്യുഹന്നാസ്, അള്ളാഹു തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. الله تعالى പറയാണ്, മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച റബ്ബിനെയായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത്. പിന്നെ തുടർന്നു, എന്ത്? ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ ഒരു വിരിപ്പാക്കി, അതുപോലെ തന്നെ ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി നിർത്തി, ആകാശത്ത് നിന്ന് മഴയിറക്കി, ആ മഴ ഉപയോഗിച്ച് സസ്യലതാദികളെ മുളപ്പിച്ചു, നിങ്ങൾക്ക് ഭക്ഷണമാക്കിക്കൊണ്ട് മുളപ്പിച്ചു. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? റബ്ബ്. ഏത് മതക്കാരോട് ചോദിച്ചു നോക്കി, ഏത് മതക്കാരനോട് ചോദിച്ചാലും എല്ലാവർക്കും പറയാനുള്ള ഉത്തരവാദിക്കാരൻ ആരാങ്ങൾ ഉണ്ടാക്കിയത്? പടച്ചോനാണ്, ദൈവമാണ്. ആരാ ഈ ഭൂമിയെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ സംവിധാനിച്ചത്? പടച്ചോനാണ്, ദൈവമാണ്. അതേ പറയുള്ളൂ. വേറെ ഏതെങ്കിലും ആരാധിക്കുന്ന മറ്റേതെങ്കിലും ദേവീ ദേവന്മാരെയോ പുണ്യപുരുഷന്മാരുടെയോ പേര് പറയോ? ആരും പറയില്ല. എല്ലാവരും പറയാൻ ദൈകാരം ദൈവമാണ്, പടച്ചോനാണ്, അല്ലേ? അല്ലാഹു അതും പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരുണ്ടാക്കരുത്. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് പടച്ചോനാണ്, നിങ്ങൾക്കറിയാലോ.
ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ സംവിധാനിച്ചതും പടച്ചവനാണെന്ന് നിങ്ങൾക്കറിയാലോ. ആകാശത്തെ മേൽക്കൂരയാക്കി നിർത്തിയതും പടച്ചവനാണെന്ന് നിങ്ങൾക്കറിയാലോ. മഴയിറക്കുന്നതും സസ്യങ്ങളെ മുളപ്പിക്കുന്നതും പടച്ചവനാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കാൻ പാടുണ്ടോ? അത് നിങ്ങൾ ചെയ്യരുത്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കരുത്. എന്താ സമന്മാരുണ്ടാക്കുക എന്ന് പറഞ്ഞാല്? അള്ളാഹുവിനെ അല്ലാത്തവരെ ആരാധിക്കുക. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുമ്പോൾ എന്തായി? അള്ളാഹുവിന് സമന്മാരെയായി, അള്ളാഹുവിന് സമന്മാരെയാക്കലായി. അത് അള്ളാഹുവിന് തുല്യനാണ് എന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയോട് കൂടി എന്തായി? അള്ളാഹുവിന് തുല്യരായി. അതാ അള്ളാഹു പറഞ്ഞത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കരുത്. അത് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ അവർ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്കാണ് പോയി. ചില ആൾക്കാർ വിശ്വസിക്കൽ അങ്ങനെ, പടച്ചവനാണ് ഖാലിഖാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് ആകുള്ളൂ. അള്ളാഹു അല്ലാത്ത മൊഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് റബ്ബാണ് എന്നോ സ്രഷ്ടാവാണ് എന്നോ വിശ്വസിച്ചാലേ അത് മൊഹീദ്ദീൻ ഷെയ്ഖിനുള്ള ഇബാദത്ത് ആകുള്ളൂ എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 21, 22 ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് എന്താ? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിലൂടെ തന്നെ അള്ളാഹുവിന് തുല്യരായി മാറി എന്നുള്ളതാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എന്തായി? ആ ഒരു സ്ഥാനത്തേക്ക് അവരെ എത്തിക്കലായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമാണ് ഇസ്ലാമിന്റെ തൗഹീദ്. ആർക്കും വിശ്വസിക്കാൻ, അംഗീകരിക്കാൻ പറ്റുന്ന, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ കൃത്യവും വളരെ ലളിതവുമായ ഒന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളിലും മതപഠന വിജ്ഞാന വേദികളിലും എല്ലാത്തിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി ഒരു വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തിനൊക്കെ സമയമുണ്ട്? ഇതിന് മാത്രം നമുക്ക് സമയം ഉണ്ടാകാറുള്ളൂ. ഒരു ക്ലാസ്സിനെ പറ്റി കേട്ടാൽ സമയമില്ല. നമ്മുടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ പലതും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നുണ്ടല്ലോ. നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാതെ പോകുന്നുണ്ടോ? സമയമില്ലാറുണ്ട്? ഇല്ലല്ലോ. ദീനിന്റെ കാര്യം വരുമ്പോൾ മാത്രം നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. അതുകൊണ്ട് അത് നമുക്ക് ഉണ്ടാവരുത്. ദീനിനായിരിക്കണം നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ തനതായ ആദർശം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും സമൂഹത്തിലേക്ക് എത്തിക്കാനും നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ശരിയായ രൂപത്തിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദ് സൂറത്തുൽ ഇഖ്ലാസിൽ നിന്നും സൂറത്തുൽ ബഖറയിലെ വചനത്തിൽ നിന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷണിച്ച തൗഹീദ്, അതിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആ കഥകൾ, ആ ചരിത്ര സംഭവങ്ങൾ അത് കേവലം കേട്ട് രസിക്കാനുള്ള ഒന്നല്ല. അതിൽ നിന്ന് ഇബ്റത്ത്, ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. സൂറത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നതിന്റെ ലക്ഷ്യം പറഞ്ഞത്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റതൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇബ്റത്തുണ്ട്, ഗുണപാഠമുണ്ട് അതിൽ എന്നാണ്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, ഖുർആനിലെ ഓരോ ചരിത്ര കഥകളിലും നമുക്ക് വലിയ വലിയ ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. ആ ഗുണപാഠങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ദഅവത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ആര് എതിർത്താലും, ആര് ഒറ്റപ്പെടുത്തിയാലും, ആര് നമ്മൾ ആട്ടിയോടിച്ചാലും നമ്മൾ പതറുകയോ ഇടർച്ചയോ സംഭവിക്കാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ് വിശ്വാസികൾക്ക് അതിൽ നിന്ന് സ്വീകരിക്കാനുള്ള വലിയൊരു ഗുണപാഠം. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മളെ ഉണർത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി, നബിയേ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയേണ്ടതെന്ന്? അന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തുണ്ട്, ഞാൻ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്നല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നി ഖരീബ്, അല്ലാഹു അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്ക് കാണുകയും നമ്മുടെ കാര്യങ്ങൾ ശരിക്ക് കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ്. അങ്ങനത്തെ ഒരു റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ പിന്നെന്തിനാ നമ്മൾ മറ്റുള്ളവരെ വിളിക്കുന്നത്? പിന്നെന്തിനു നമ്മൾ മറ്റുള്ളവരോട് ദുആ ചെയ്യണം? ആളുകൾ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെയാണ് ആരൊക്കെയോ പറയുകയും എവിടുന്നൊക്കെയോ കേൾക്കുകയും ഒക്കെ ചെയ്ത, അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടിയ ചില വിശ്വാസങ്ങളുടെയും നൂലാമാലകളുടെയും പിറകെ പോയിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള വഴിപിഴച്ച വിശ്വാസങ്ങൾ പേറി നടക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മേൽ വലിയ ഒരു ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് ഇസ്ലാമിക ദഅവത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിക്കുക എന്നുള്ളത് അത് ഏതൊക്കെയോ ഉസ്താദുമാർക്കും അല്ലെങ്കിൽ ഏതൊക്കെയോ ചില സംഘടനാ ഭാരവാഹികൾക്കും ചെയ്യാനുള്ള ഒന്നല്ല. അവരിൽ മാത്രം നിക്ഷിപ്തമായ ഒരു കാര്യമല്ലത്. നമ്മുടെ ഒക്കെ ബാധ്യതയാണ്, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇത് അല്ലാഹു ഇതറിയാത്ത ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹജ്ജത്തുൽ വദാഇ, അതിലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഉണർത്തിയ ഒരു കാര്യവുമാണ് ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയ്യത്താണ് പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിനോട് അവിടുന്ന് നിർവഹിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മൾ വികാരത്തോടു കൂടി നമ്മൾ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആ മഹാനായ നേതാവിന്റെ അവസാനത്തെ വസിയ്യത്താണ് ഇതറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറരുത്. ഇതിൽ നിന്ന് ഒരു അടി നമ്മൾ പിന്നോട്ട് പോകരുത്. നമ്മൾ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലൊരു മാതൃകാ പുരുഷന്മാരായിക്കൊണ്ട്, മാതൃകാ വ്യക്തികളായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അതിന് സഹായിക്കുകയും നമ്മെ അതിന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള അറിവും കഴിവും അതുപോലെ തന്നെ ഈമാനും തഖ്വയും ശക്തിയും എല്ലാം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാവണേ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എതിർക്കുകയും തകർക്കുകയും ചെയ്യാൻ വേണ്ടി ഒരുക്കുന്ന എല്ലാ കുതന്ത്രങ്ങളെയും നീ തകർത്ത് തരിപ്പണമാക്കി നീ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നീ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും നിന്റെ സഹായം നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.